VKC പാദരക്ഷകൾ വാങ്ങൂ, സമ്മാനങ്ങൾ നേടൂ. ഈ കൂപ്പൺ ചോദിച്ചു വാങ്ങൂ. VKC Pride. ഒരു 500 കിലോമീറ്റർ ഇങ്ങനെ യാത്ര ചെയ്ത് നന്ദൂസിന്റെ ശബ്ദം കേൾക്കണം എന്ന് തോന്നിയാൽ എനിക്ക് അവിടെ പോകണം തോന്നും. കാരണം നന്ദൂസിന്റെ ശബ്ദം അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഹായ് നന്ദ. എന്തൊരു ഡ്രസ്സാ ഇത്, കൊള്ളാലോ. നന്ദുവിനെ പോലെ തന്നെ നല്ല തിളങ്ങി നിൽക്കുക ഉടുപ്പും. അപ്പൊ മൊത്തത്തിൽ എന്തായിരിക്കും? തിളക്കം. ഒരു തിളങ്ങോദരി ആയിട്ട് മാറും. തിളങ്ങോദരി. ഏത് പാട്ടാണ്? കണ്ണാടിക്കയിൽ. ജോൺസേട്ടന്റെ പാട്ടല്ലേ? 1990. ആ കാലത്ത് ഈ ഗാനമേളകളൊക്കെ ഇല്ലേ മകളെ, അതില് മൊത്തം ഇത് തന്നെ. അതുപോലെ പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ, ഇതുപോലെ ശ്യാമാംബരം, ഇതുപോലെ ജോൺസേട്ടന്റെ എല്ലാ പാട്ടുകളും ആയിരിക്കും പാടുന്നത്. ചേട്ടന്റെ കണ്ണീർ പൂവിന്റെ. ജോൺസേട്ടന് ഏതൊക്കെ ഹിറ്റുകൾ ഇറക്കിയിട്ടുണ്ടോ അതായിരിക്കും ഒരു ഫീമെയിൽ സിംഗർ ഗാനമേളയ്ക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പാടുന്ന പാട്ട്. ഇതെല്ലാം ഗാനമേളയ്ക്ക് വെച്ച് അലക്കിയ പാട്ടുകളാണ്. അലക്കി തേച്ച് അവസാനം ആൾക്കാർ അയ്യോ ഇനി ഈ പാട്ട് കേൾക്കണോ എന്ന് തോന്നുന്നത്. അല്ല, അങ്ങനെ സംഭവം ഉണ്ടായി. ഞാൻ കുറേ നാളിന് ശേഷം കുറേ പ്രാവശ്യം പാടി ഈ സുന്ദരി സുന്ദരി തന്നെ പാടിയിട്ട് ട്രിവാൻഡ്രത്ത് സെനറ്റ് ഹാളിൽ ഇത് പാടിയപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവരും ആവേശത്തോടുകൂടി കൈയടിക്കുന്നുണ്ട് കേട്ടോ ഈ ഇതിന്റെ കൂടെ. പക്ഷെ കഴിഞ്ഞപ്പോൾ ഒരു കൂവല് പോയിട്ടുണ്ടല്ലോ, ആലപ്പുഴ വരെ കേട്ടു. കാരണം അതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ടല്ലോ അനു, ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. അതെ, കൂടുതൽ ഫെമിലിയർ ആയി പോയി കഴിഞ്ഞാല് ഇതുപോലത്തെ ഐറ്റംസ് കിട്ടും. അതിലൊരു പാട്ടാണ് ഇത്, കുഴപ്പമില്ല. എന്നാൽ നന്ദു പാടിയാൽ നമുക്ക് ഇഷ്ടപ്പെടും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. 1 2 3 4. കല്യാണം കണ്ടോ കാക്കാത്തിക്കിളിയേ, ഉള്ളത്തിൽ ചെണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ, അഴകോലും തമ്പ്രാനുണ്ടോ.
റെയിൻബോ കലക്കി. സുന്ദരി എന്തോ നന്നായിട്ട് പാടി കേട്ടോ, താങ്ക് യു സർ. നല്ല രസമുണ്ട് പാട്ട്. ബേസിക്കായിട്ട് പാട്ട് തന്നെ എന്താണ് നമുക്കൊരു കുളിർമ തരും കേൾക്കുമ്പോൾ. ശബ്ദം എന്ന് പറഞ്ഞാൽ അതിനേക്കാട്ടിലൊരു കുളിർമ. അപ്പൊ എല്ലാം കൂടെ ചേർന്ന് ഞാൻ കുളിരടിച്ചിരിക്കുകയാണ്. നന്നായിരുന്നു മോളെ. താങ്ക് യു സർ. ഞാൻ ടോട്ടലായിട്ട് നോക്കിയപ്പോൾ ഒരൊറ്റ സ്ഥലമാണ് മോക്ക് മെയിനായിട്ട് പോകുന്നത്, കാക്കാത്ത് കിളി. എന്തു പറ്റി? ഇഷ്ടമല്ലേ കിളിയെ? ഒന്ന് പാടിക്കേ. കാക്കാത്തിക്കിളിയേ കാക്കാത്തി കാക്കാത്തി. കാക്കാത്തി അതെ, അതെ. കാക്കാത്തിക്കിളി അത് ഒഴുകി വരണം. ആ കിളി എങ്ങനെ പറന്നു വരണം. കാക്കാത്തിക്കിളിയേ. ആ കാക്കാത്തി കിളിയാണ് കുറച്ച് പ്രശ്നം വരുന്നത്. അതുപോലെ തന്നെ കതിരൂനെ പോലെ എന്നുള്ള സ്ഥലത്ത് ശ്രുതിയൊക്കെ പലയിടത്തും പോകുന്നുണ്ട്. എന്നാലും മെയിനായിട്ട് ഈ സ്ലിപ്പ് വരുന്ന ഈ കാക്കാത്തി കിളിയിലാണ് മോക്ക് വന്നത്. ഓക്കെ സർ. നന്ദുസേ, എന്താ? ചിലപ്പം ഒരു 500 കിലോമീറ്റർ ഇങ്ങനെ യാത്ര ചെയ്ത് നന്ദൂസിന്റെ ശബ്ദം കേൾക്കണം എന്ന് തോന്നിയാൽ എനിക്ക് അവിടെ പോകണം തോന്നും. കാരണം നന്ദൂസിന്റെ ശബ്ദം അത്രയും ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു ആ, സർ. അതല്ല, ഇനി നന്ദൂസിന്റെ ഒരു കോൺസേർട്ടിന് ചിലപ്പോൾ ചേട്ടാ 5000-10000 രൂപയാണെന്ന് വെച്ചാലും പോട്ടെന്നങ്ങ് വിചാരിക്കും. കാരണം ആ ശബ്ദം കേൾക്കണം. ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത് പറഞ്ഞാൽ യു ഗോട്ട് എ ബ്യൂട്ടിഫുൾ വോയിസ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഈ പാട്ടിൽ അതിൻ്റെ ഒരു മേലങ്കി എന്ന് പറയുന്നത് ഈ ഒരു വോയിസ് ആണ്. അത് ദാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ, വെരി സൂത്തിങ് ടു ദി ഇയേഴ്സ്. ആഹാ എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന ഒരു ശബ്ദമാണ്. ആ, ഇനി പാടുമ്പോഴത്തേക്കും ഇതുപോലുള്ള സ്ലിപ്പുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ അത് കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് വേണമെന്ന് എനിക്ക് തോന്നാറുണ്ട് എപ്പോഴും. നന്ദു, ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ സർ. നമ്മൾ ഒരു 80s-ലാണെങ്കിൽ 80s നിന്ന് നമ്മൾ 100-ലേക്ക് കുതിച്ചു വരണം. അതെങ്ങനെയാണ്? അത് പ്രാക്ടീസിലൂടെയും നമ്മുടെ സമർപ്പണത്തിലൂടെയുമാണ്. ഇപ്പോ കിളിവാതിൽ പാതയിലൂടെ അത് പാടാമോ? അതിന് പല്ലവിയിലുള്ള കിളിവാതിൽ പാതിയിലൂടെ 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 കൺകുളിരെ ഞാൻ കാണും പാമകരി ഗരി സനി. ആ, നീ വേണം. കാണും. ആ, ആ നോട്ട് കേട്ടില്ല നേരത്തെ, പാടിപ്പോ. കിളിവാതിൽ പാതിയിലൂടെ കൺകുളിരെ ഞാൻ കാണും. ആ, ഇതെല്ലാം സ്ലിപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ശബ്ദത്തിൽ സ്ലിപ്പ് ഇല്ലാതെ വരികയാണെങ്കിൽ എന്തായിരിക്കും? It will be out of this world. ഔട്ട് ഓഫ് ദിസ് വേൾഡ് ആയിരിക്കും. അതാണ് ഹെവൻലി ആയിരിക്കും. ഹെവൻലി ആയിരിക്കും. അപ്പൊ നമ്മളെ ആ ഹെവനിലോട്ട് കൊണ്ടുപോകണം. ആ. പറ്റുമോ? സാധിക്കോ? വർക്ക്ഔട്ട് ചെയ്യോ? Of course All the പറ്റും. best. താങ്ക് യു സർ. നന്ദുസേ, എന്തോ? you look beautiful and you sound beautiful always. അതെല്ലാവരും പറഞ്ഞു അല്ലേ? പക്ഷെ നമുക്ക് ചിലപ്പോൾ ഈ പെർഫെക്ഷൻ്റെ കുറവാണ് അല്ലേ? നോട്ട്സ് ചിലപ്പോൾ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട്, ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എല്ലാം അത് കറക്റ്റായിട്ട് ലാൻഡിങ് നോട്ടും സ്റ്റാർട്ടിങ് എല്ലാം ഇടയ്ക്കുള്ള എല്ലാം കറക്റ്റായി കിട്ടിയാൽ പിന്നെ ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ദിസ് വേൾഡ്. എനിക്ക് ഈ പാട്ട് കേട്ടിട്ട് ഞാൻ ചെറുപ്രായത്തിൽ കേട്ട ഒരു രാജ സാർ ഒരു പാട്ട്, ഒരു വളരെ ഫോക്കിഷാണ്, ഇങ്ങനത്തെ ഇല്ല, പക്ഷെ ആത്മേട്ടില ഒരു പാട്ട് കേക്കുത്, ആത്മേട്ടില ഒരു പാട്ട് കേക്കുത്, ആടും കാத்துல கீத்துல தாளம் போட்டு ആത്മേട്ടില ഒരു പാട്ട് കേക്കുത്. ഇങ്ങനെ മകരി സനി ആ ഒരു ഫീൽ അല്ലേ ഇതിങ്ങനെ? അതെ അതെ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി അത് തന്നെ. നീ അതെ, അതൊരു ഫീലാണ്. പൊന്നും തേനും വയമ്പുമുണ്ട് വാനം പാടിതൻ തൂവലുണ്ട് ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു. അപ്പോ ചുഞ്ചരിക്ക് 91.75 out of 100. Thank you, sir. So, Nandu's Chundari is going to get
Extreme today. താങ്ക് യു സർ. ആടി ഒരു പച്ച പവിഴപ്പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് Extreme. താങ്ക് യു. താങ്ക് യു. കണ്ണാ